ശബരിമലയിൽ അവിടുത്തെ മൈക്കിലൂടെ ഞാൻ എഴുതിയ ഒരു പാട്ട് കേൾക്കാൻ കഴിയുക, അവിടെ ഞാൻ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ആ പാട്ട് കേൾക്കുക എന്നുള്ളതൊക്കെ അതെല്ലാം ഒരു അയ്യപ്പൻ്റെ അനുഗ്രഹമാണ്. ഞാനിപ്പോൾ ആദ്യം ഇറങ്ങിയ പാട്ടെന്ന് വെച്ചാൽ അയ്യാനിൻ സന്നിധിയിൽ ഞങ്ങളെല്ലാവരും വന്നു, സ്നേഹത്തിൻ ശരണം മുഴങ്ങും കോവിലിൽ അയ്യനെ കണ്ടു ഞാൻ കൺകുളിർക്കെ, ഭാഷയില്ല മതങ്ങളില്ല മനുഷ്യരെല്ലാവരും ഒന്നാണ്. അങ്ങനെയാണ് ആ വരികൾ തുടങ്ങുന്നത്. കാരണം ശരിക്കും ശബരിമലയിൽ എല്ലാ മനുഷ്യരും ഒന്നായിട്ട് കാണുന്ന, കാരണം അതാണ് നമുക്ക് ഏറ്റവും, കാരണം എല്ലാവരും ഒന്നായി കാണുന്ന ഒരു സങ്കല്പമാണ് ശബരിമലയിൽ. കാരണം അവിടെ എല്ലാ മതത്തിലുള്ള ആൾക്കാരും വരുന്നു, അല്ല അവിടെ ഭാഷയും ഒന്നുമില്ലാത്ത, കാരണം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ വരുന്ന ഒരു സ്ഥലമാണ് ശബരിമല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ശബരിമലയോടെ അത്ര ഇഷ്ടവും അല്ലെ ആ അയ്യപ്പൻ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പാട്ടുണ്ടായത്. കാരണം അത് ഞാൻ ശബരിമല ഡ്യൂട്ടിയിൽ 10-15 ദിവസം ശബരിമലയിൽ ഡ്യൂട്ടി നോക്കാറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഇതാണ്. കാരണം പണ്ട് ഞങ്ങൾ കുഞ്ഞിലെ ഇവിടുന്ന് ശബരിമലയ്ക്ക് പോവുകയും അവിടെ താമസിക്കുകയും, കാരണം തലേ ദിവസം പോയി അവിടെ താമസിച്ച് അയ്യപ്പ ദർശനമൊക്കെ നടത്തി തിരിച്ചു പോരുന്ന ഒരു ഘട്ടമുണ്ട്. അത് കഴിഞ്ഞിട്ട് ശബരിമലയിൽ ഞാൻ ഡ്യൂട്ടി നോക്കുന്ന ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു സാഹചര്യം അത് എന്തായാലും ഒന്ന് സംഭവിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അയ്യപ്പനെക്കുറിച്ചൊരു പാട്ട് എഴുതണമെന്നൊരു മോഹം അല്ലെ ഒരു ഇഷ്ടം തോന്നിയത്. അങ്ങനെ ഞാനൊരു പാട്ട് എഴുതി. പക്ഷെ അതെല്ലാം വളരെ മനോഹരമായി സംഭവിക്കുകയാണ് ചെയ്തത്. അത് സുദീപ് കുമാറാണ് പാടിയത്. എൻ്റെ ഒരു ഫ്രണ്ട് ബിജു ബേലിയാണായിരുന്നു ആദ്യത്തെ പാട്ടിൻ്റെ സംഗീത സംവിധാനം. അപ്പോൾ അത് ശബരിമലയിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും, കാരണം തന്ത്രി, മേൽശാന്തി, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്, അങ്ങനെ എല്ലാവരും കൂടി കൊടിമര ചുവട്ടിൽ വെച്ചായിരുന്നു പ്രകാശനം ചെയ്തത്. പിന്നെ അത് ശബരിമലയിൽ അവിടുത്തെ മൈക്കിലൂടെ ഞാൻ എഴുതിയ ഒരു പാട്ട് കേൾക്കാൻ കഴിയുക, അവിടെ ഞാൻ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ആ പാട്ട് കേൾക്കുക എന്നുള്ളതൊക്കെ അതെല്ലാം ഒരു അയ്യപ്പൻ്റെ അനുഗ്രഹമാണ്. അത് അവിടെ വെച്ച് തീരാതെ ഇങ്ങനെ വീണ്ടും അടുത്ത വർഷം വീണ്ടും ഭക്തിഗാനം എഴുതുകയും അതും അവിടെ അതേപോലെ തന്നെ അവിടെ പ്രകാശനം ചെയ്യുകയുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് കുറേ അധികം ആൾക്കാരുമായി ബന്ധപ്പെട്ട് കുറേ പാട്ടുകൾ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു. ഇതെല്ലാം ഒരു അനുഗ്രഹം കൊണ്ട് നടക്കുന്നതാണ്.